കർണാടക മാംഗ്ലൂരിലുള്ള കട്രി എന്ന സ്ഥലത്തു നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. അവിടെ ഒരു ചെറിയ ടെന്റ് കെട്ടി കട നടത്തുന്നയാളാണ് സോമേഷ് എന്നയാൾ. 2019 മെയ് മാസം 12-ാം തീയതി പതിവ് പോലെ അന്നത്തെ ദിവസം രാവിലെ കട തുറക്കാനായി സോമേഷ് ആ പ്രദേശത്ത് എത്തി. അപ്പോഴാണ് പതിവിലും വിപരീതമായി തന്റെ കടയ്ക്ക് മുൻപിൽ കെട്ടിവച്ചിരിക്കുന്ന രീതിയിൽ 2 പ്ലാസ്റ്റിക് ബാഗുകൾ കണ്ടു. തൊട്ടടുത്തായി ഒരു ഹെൽമറ്റ് കിടക്കുന്നതും കണ്ടു. തലേ ദിവസം കടയടച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കടയ്ക്ക് മുൻപിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ആരായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് വച്ചത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അതിനുള്ളിൽ എന്തായിരിക്കും എന്നറിയാനായി ആദ്യം അവിടെ ഉണ്ടായിരുന്ന ആ ഹെൽമറ്റ് കയ്യിലേക്ക് എടുത്തു നോക്കി. കയ്യിലെടുത്ത അടുത്ത സെക്കൻഡ് തന്നെ ഭയന്ന് വിറച്ച് അത് താഴെയിട്ടു. കാരണം അതിനുള്ളിൽ വെട്ടപ്പെട്ട അവസ്ഥയിൽ ഒരു സ്ത്രീയുടെ തലയായിരുന്നു ഉണ്ടായിരുന്നത്. ഭയന്നുപോയി സോമേഷ് അടുത്ത 2 ബാഗുകളും തൊട്ടതേയില്ല. അടുത്ത സെക്കൻഡ് തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ചു. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് കെട്ടിവച്ചിരിക്കുന്ന മറ്റ് 2 പ്ലാസ്റ്റിക് ബാഗ് പരിശോധിച്ചപ്പോൾ അവർ സംശയിച്ചത് ശരിയാണെന്ന് മനസ്സിലായി. അതിനുള്ളിലും ചെറിയ കഷ്ണങ്ങളാക്കപ്പെട്ട അവസ്ഥയിൽ മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പരിശോധനയ്ക്കിടയിൽ അവർക്ക് മറ്റൊരു വിവരം ലഭിച്ചു. കട്രി എന്ന സ്ഥലത്തുള്ള കുട്ടികളുടെ പാർക്കിനടുത്തും ഇതുപോലെ തന്നെ മനുഷ്യ ശരീരം ഒരു ചാക്കിൽ കെട്ടിയ അവസ്ഥയിൽ കണ്ടെത്തി. ഈ 2 സ്ഥലങ്ങളിലും ലഭിച്ച ശരീരഭാഗങ്ങൾ ഒരേ വ്യക്തിയുടേതാണോ അല്ലെങ്കിൽ മറ്റാളുകളുടേതാണോ എന്നറിയാത്തതുകൊണ്ട് വെല്ലോക്ക് ജനറൽ ആശുപത്രിയിലേക്ക് ഈ ശരീരഭാഗങ്ങൾ അയച്ചു കൊടുത്തു. അതേ ദിവസം തന്നെ മാംഗ്ലൂരിൽ നിന്നും ചില മൈൽ അകലെയുള്ള നന്ദിക്കോട്ട എന്ന സ്ഥലത്തെ മരപ്പണി ചെയ്യുന്നയാൾ പോലീസിനെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. അവിടെയുള്ള ഒരു സെമിത്തേരിക്കടുത്ത് താനൊരു ബാഗ് കണ്ടെത്തി. അതിൽ നിന്നും ചുവന്ന നിറത്തിലുള്ള ദ്രാവകം ഒഴുകുന്നുണ്ട് എന്നും പോലീസിനോട് പറഞ്ഞു. അവിടെ എത്തിയ പോലീസ് അതും തുറന്നു നോക്കി. അതിനുള്ളിലും മനുഷ്യ ശരീരങ്ങളുടെ ഭാഗമായിരുന്നു കണ്ടെത്തിയത്. മുൻപ് അവർക്ക് ലഭിച്ച ശരീരഭാഗങ്ങൾ പരിശോധനയ്ക്ക് അയച്ച അതേ ആശുപത്രിയിലേക്ക് ഇപ്പോൾ ലഭിച്ചതും അയച്ചു. ഈ പരിശോധനയുടെ അവസാനം മനസ്സിലായത് ഇതെല്ലാം ഒരേ സ്ത്രീയുടെ ശരീരഭാഗങ്ങളാണ്. ഈ സംഗതി പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ തുടങ്ങി. ആളുകൾ ഭയന്ന് പരിഭ്രാന്തരാകാൻ തുടങ്ങി. മംഗളൂരു പോലീസ് കമ്മീഷണർ ഈ ഒരു കേസ് അന്വേഷിക്കാൻ 30 പേരടങ്ങുന്ന ഒരു ടീമിനെ നിയമിച്ചു. രാവും പകലുമെന്നില്ലാതെ ഈ ഒരു കേസ് അന്വേഷിച്ച് തെളിയിക്കാനായി അവർക്ക് ഉത്തരവിട്ടു. പരിശോധനയിൽ ഈ സ്ത്രീ മരിച്ചിട്ട് 24 മുതൽ 30 മണിക്കൂറായിട്ടുണ്ടാകും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ നോക്കിയാൽ സംഭവം നടന്നത് ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ ദിവസത്തിന് പിറ്റേ ദിവസമായിരിക്കും. അതായത് മെയ് മാസം 11-ാം തീയതി ആയിരിക്കണം. ഈ ഒരു കേസിലുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കുറ്റവാളി ആരാണ് എന്നറിയണം എന്നുണ്ടെങ്കിൽ കൊല്ലപ്പെട്ട സ്ത്രീ ആരാണെന്നുള്ളത് ആദ്യം അറിയണം. അതിനുവേണ്ടി മംഗളൂരിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ 35-നും 40 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ആ സമയത്തായിരുന്നു കട്രി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കേസ് വരുന്നത്. തന്റെ സഹോദരിയെ മെയ് 11-ാം തീയതി മുതൽ കാണാനില്ല. രാവിലെ ജോലിക്ക് പോയവർ തിരികെ വീട്ടിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞ് ഒരു യുവാവ് കംപ്ലൈന്റ് കൊടുത്തു. തന്റെ സഹോദരിയുടെ പേര് ശ്രീമതി ഷെട്ടി എന്നാണ്. മംഗളൂരിലെ അട്ടാവർ പ്രദേശത്ത് ഒരു ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കട നടത്തുന്നതായും എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ജോലിക്ക് പോകും. മെയ് മാസം 11-ാം തീയതിയും രാവിലെ ജോലിക്ക് പോയി. എന്നാൽ അന്നത്തെ ദിവസം കടയിൽ പോയിട്ടില്ല, തിരികെ വീട്ടിലേക്കും വന്നില്ല എന്ന് പറഞ്ഞു. അവരുടെ മൊബൈലിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ ഓഫ് ആയിരുന്നു. ഈ കംപ്ലൈന്റ് ലഭിച്ചയുടനെ പോലീസ് ചെയ്തത് കംപ്ലൈന്റ് ചെയ്ത ആ ഒരു വ്യക്തിയുമായി വെല്ലോക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് പോയി. ഈ കൊല്ലപ്പെട്ട സ്ത്രീയും ഇവരുടെ കാണാതായ സഹോദരിയും ഒരാളാണോ എന്ന് തിരിച്ചറിയാൻ ആവശ്യപ്പെട്ടു. ഡെഡ് ബോഡി കണ്ട സഹോദരനും ഇത് തന്റെ സഹോദരിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. ഇപ്പൊ പോലീസുകാർക്ക് ഈ കൊല്ലപ്പെട്ടത് ശ്രീമതി ഷെട്ടിയാണെന്ന് മനസ്സിലായി. ഇത് ഈ കേസ് തുടർന്ന് അന്വേഷിക്കാൻ പോലീസിന് വലിയൊരു സഹായമായി മാറി. ശ്രീമതി അവളുടെ അച്ഛന്റെ മൂത്ത സഹോദരിയോടൊപ്പം മംഗളൂരു അട്ടാവർ പ്രദേശത്താണ് താമസിച്ചത്. ആദ്യ വിവാഹം ചെറിയൊരു കാലത്തിൽ തന്നെ അവസാനിച്ചു. പിന്നീട് ശ്രീമതി പ്ലാലി എന്ന ഒരു ഇലക്ട്രോണിക്സ് കട സ്വന്തമായി നടത്തി വരികയായിരുന്നു. കടയിൽ രാവിലെ ഒരു 9 മണിക്ക് പോവുകയും രാത്രി 9 മണിയോടുകൂടി തിരികെ വീട്ടിലേക്ക് വരും. വീട്ടിൽ നിന്ന് തന്നെ ഉച്ചഭക്ഷണം എടുത്തുകൊണ്ടുപോകും. അതുകൊണ്ട് രാവിലെ പോയാൽ തിരിച്ച് രാത്രി മാത്രമാണ് വീട്ടിലേക്ക് വരികയുള്ളൂ. ബിസിനസ് നന്നായി പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ സുധീപ് എന്നയാളെ രണ്ടാമതായി ശ്രീമതി ഷെട്ടി വിവാഹം കഴിച്ചു. എന്നാൽ ആദ്യ കുറച്ചു ദിവസം മാത്രമേ ആ ദാമ്പത്യ ജീവിതം നീണ്ടു നിന്നുള്ളൂ. അതിന് പെട്ടെന്ന് തന്നെ ഒരു അവസാനം വന്നു. 2017 രണ്ടാമത് വിവാഹം കഴിച്ച വ്യക്തിയിൽ നിന്നും ശ്രീമതി വിവാഹമോചനം നേടി. അങ്ങനെയാണെങ്കിൽ ശ്രീമതിയുടെ കൊലപാതകത്തിനും അവളുടെ മുൻ ഭർത്താക്കന്മാർക്കും എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്ന് സംശയം തോന്നിയ പോലീസ് അവരെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ആദ്യ ഭർത്താവ്
വിവാഹമോചനം നേടിയതിനു ശേഷം ശ്രീമതി ഒരു തവണ പോലും അയാളെ ബന്ധപ്പെടുകയോ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുമില്ല എന്ന് മൊബൈൽ ഫോൺ ഹിസ്റ്ററിയിലൂടെ മനസ്സിലായി. രണ്ടാമത്തെ ഭർത്താവ് ശ്രീമതി കൊല്ലപ്പെടുമ്പോഴും അതിനു മുൻപ് നീണ്ട ദിവസമായി ജയിലിലാണ്. അതുകൊണ്ട് അദ്ദേഹവും ഈ കൊലപാതകം ചെയ്തിരിക്കാൻ സാധ്യതയില്ല. അതിനാൽ പോലീസുകാർക്കിപ്പോ ഈ ഒരു കേസിനെ വ്യത്യസ്തമായ കോണിൽ നിന്നും അന്വേഷിക്കേണ്ടത് അത്യാവശ്യമായി മാറി. അടുത്ത ദിവസം മെയ് മാസം 13 രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് മംഗളൂരുവിന്റെ പല ഭാഗത്തു നിന്നും കോൾ വരാൻ തുടങ്ങി. KP ജംഗ്ഷൻ, പതുവ ഹോട്ടൽ, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ചില ബാഗുകൾ കണ്ടെത്തി എന്നാണ് അതിൽ പറഞ്ഞത്. അത് കണ്ടെത്തി പോലീസ് നോക്കിയപ്പോഴും അതിനുള്ളിൽ വെട്ടപ്പെട്ട അവസ്ഥയിൽ മനുഷ്യ ശരീരങ്ങളായിരുന്നു. ഇങ്ങനെ ലഭിച്ച ശരീരഭാഗങ്ങളും ശ്രീമതി ഷെട്ടിയുടേതാണെന്ന് മനസ്സിലായി. ഇപ്പോൾ ഈ ഒരു കേസ് വളരെ ഗുരുതരമായി മാറിയതുകൊണ്ട് കുറ്റവാളിയെ വളരെ വേഗത്തിൽ പിടികൂടണം എന്നുള്ള സമ്മർദ്ദം കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടായി. അങ്ങനെ പോലീസ് മെയ് മാസം 13 ശ്രീമതിയുടെ വീട്ടിൽ നിന്നും അവരുടെ കടയിലേക്ക് പോകുന്ന റോഡുകളിലെ CCTV ഫൂട്ടേജസ് എല്ലാം ശേഖരിച്ച് വളരെ ശ്രദ്ധയോടുകൂടി നോക്കാൻ തുടങ്ങി. അപ്പോൾ മെയ് മാസം 11 രാവിലെ 9 മണിക്ക് ശ്രീമതി അവരുടെ സ്കൂട്ടറിൽ വീട്ടിൽ നിന്നും കടയിലേക്ക് പോകുന്നത് ദൃശ്യമാണ്. അടുത്തത് വലൻസിയ സർക്കിളിൽ ഉണ്ടായിരുന്ന CCTV ഫൂട്ടേജസിൽ ശ്രീമതി പോകുന്നത് പതിഞ്ഞിരുന്നു. അവിടെ നിന്നും സൗത്തർപേട്ടയിലെ CCTV ദൃശ്യങ്ങളിലും അവൾ ഉണ്ടായിരുന്നു. പിന്നീട് ശ്രീമതി കടയിലേക്ക് പോകുന്ന വഴികളിലെ CCTVയിലൊന്നും അവർ പതിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ സൗത്തർപേട്ടയിൽ വെച്ചാണ് ശ്രീമതി കാണാതായത് എന്ന് പോലീസ് തീരുമാനിച്ചു. ആ പ്രദേശത്ത് ചെന്ന് അവിടെ നിന്ന് എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്ന് തിരയാൻ തുടങ്ങി. അപ്പോ നാഗൂർ എന്ന സ്ഥലത്തുള്ള മോട്ടോർ സർവീസ് സെന്ററിൽ ശ്രീമതിയുടേത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലെ ഒരു സ്കൂട്ടർ പോലീസ് കണ്ടെത്തി. അവിടെ സർവീസ് ചെയ്യാനായിരുന്നു നിർത്തിയിട്ടിരുന്നത്. ആ സ്കൂട്ടറിന്റെ നമ്പർ പരിശോധിച്ചപ്പോൾ അത് ശ്രീമതിയുടെ സ്കൂട്ടറാണെന്ന് പോലീസ് കൺഫേം ചെയ്തു. സ്കൂട്ടറിന്റെ പിൻ ചക്രങ്ങളിൽ രക്തം പുരണ്ടിരുന്നു. വണ്ടിയുടെ സ്റ്റോറേജ് കമ്പാർട്ട്മെന്റിനുള്ളിൽ ഒരു ടിഫൺ ബോക്സ്, പാസ്ബുക്ക്, മൊബൈൽ ഫോൺ ചാർജർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീമതിയെ അവസാനമായി കാണാതായ ആ ഒരു പ്രദേശത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് എടുത്ത് പരിശോധിച്ചു. അതിൽ ഒന്നിൽ 2 സെക്കൻഡ് മാത്രം റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ കണ്ടു. അതിൽ ശ്രീമതി മോട്ടോർ ബൈക്കിൽ വന്ന ഏതോ ഒരു പുരുഷനോട് എന്തോന്ന് സംസാരിച്ചുകൊണ്ട് അവരുടെ സ്കൂട്ടറിൽ പോകുന്നതായിരുന്നു കാണിച്ചത്. ആ വ്യക്തി ഹെൽമറ്റ് ധരിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം വ്യക്തമായി പോലീസിന് കാണാൻ സാധിച്ചില്ല. ശ്രീമതി അവിടെ നിന്ന് പോയപ്പോൾ അവൾക്ക് പുറകിലായി അയാളും വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് അറിയാൻ സാധിച്ചു. ആ വഴിയിലുണ്ടായിരുന്ന മറ്റ് ചില CCTV ഫുട്ടേജസിൽ ആ മോട്ടോർ ബൈക്കിൽ വന്ന അയാളുടെ വണ്ടിയുടെ രജിസ്റ്റർ നമ്പർ വ്യക്തമായി കണ്ടിരുന്നു. അത് വെച്ച് അയാൾ ആരായിരിക്കും എന്ന് പോലീസ് തിരയുമ്പോഴാണ് അത് ജോൺ സാംസൺ എന്ന വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വണ്ടിയാണെന്ന് മനസ്സിലായി. മെയ് മാസം 15 വൈകുന്നേരം സൗത്തർപേട്ട നൈറ്റ് സ്കാൻ റോഡിലുള്ള ജോൺ സാംസന്റെ വീട്ടിലേക്ക് പോലീസുകാർ പോകുന്നു. അന്നത്തെ ദിവസം പോലീസിനെ കണ്ടപ്പോൾ അയാൾ പെരുമാറിയ രീതി വെച്ചുകൊണ്ട് തന്നെ ഏതൊരു അന്വേഷണവും കൂടാതെ അയാൾ തന്നെയാണ് കൊലയാളിയെന്ന് പോലീസിന് വ്യക്തമാക്കി കൊടുത്തു. പോലീസ് തന്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ട സാംസൺ ഉടൻ തന്നെ വീടിനുള്ളിലേക്ക് കയറി വാതിൽ അടച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. അയാളുടെ വീടിന്റെ വാതിൽ പൊളിച്ച് അയാളെ അറസ്റ്റ് ചെയ്ത പോലീസുകാർ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. 2 ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് അയാളെ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചോദ്യം ചെയ്യലിൽ അയാൾ സത്യമെല്ലാം പറഞ്ഞു. ശ്രീമതിക്ക് ഇലക്ട്രിക്കൽ കടം മാത്രം അല്ല, പലിശയ്ക്ക് കടം കൊടുക്കുന്ന ചില ജോലിയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 35 വയസ്സുള്ള സാംസണും അദ്ദേഹത്തിന്റെ ഭാര്യയായ 45 വയസ്സുള്ള വിക്ടോറിയയും ശ്രീമതിയുടെ പക്കൽ നിന്നും ഒരു ബിസിനസ് തുടങ്ങാനായി 1 ലക്ഷം രൂപ പണം വാങ്ങിയിരുന്നു. അതുപയോഗിച്ച് ഒരു മൊബൈൽ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തു. അവിടെ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ ജോലി ചെയ്തിരുന്നു. അയാൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ കടയിലേക്ക് ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ അയാളുടെ ബിസിനസ്സും വളരെ നന്നായി തന്നെ പോയി. അതുപയോഗിച്ച് ശ്രീമതിയിൽ നിന്നും വാങ്ങിയ പണത്തിൽ 40,000 രൂപ തിരികെ നൽകി. ബാക്കി 60,000 ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ഒരു പാചകക്കാരൻ 2 ദിവസത്തെ ലീവ് എടുത്ത് വീട്ടിലേക്ക് പോയി. എന്നാൽ പിന്നീട് അയാൾ തിരികെ വന്നതേയില്ല. അങ്ങനെ സാംസന്റെ കടയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണവും പടിപടിയായി കുറയാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ ഇവരുടെ ബിസിനസ് പൂർണ്ണ പരാജയത്തിൽ അവസാനിച്ചു. അങ്ങനെ ശ്രീമതിയുടെ പക്കൽ നിന്നും വാങ്ങിയ പണം തിരിച്ചടയ്ക്കാനും സാധിച്ചില്ല. പല ദിവസങ്ങളോളം പലിശയോ പണമോ നൽകാതെ സാംസൺ ദിവസങ്ങൾ തള്ളി നീക്കാൻ തുടങ്ങി. ഒരു ദിവസം ശ്രീമതി സാംസന്റെ വീട്ടിലേക്ക് തന്നെ ചെന്നു. അവന്റെ ഭാര്യയുടെ മുൻപിൽ വെച്ച് തന്നെ അയാളെ അപമാനിക്കുന്നത് പോലെ സംസാരിച്ചു.
അതുപോലെ മെയ് മാസം 11 രാവിലെ ശ്രീമതി ജോലിക്ക് പോകുന്ന വഴിയിൽ സാംസൺ തന്റെ സ്കൂട്ടറിൽ വരുന്നത് അവർ കണ്ടു. അയാളെ തടഞ്ഞു നിർത്തി സംസാരിച്ചു. അതായിരുന്നു ആ 2 സെക്കൻഡുള്ള CCTV ഫുട്ടേജിൽ പതിഞ്ഞിരുന്നത്. സാംസന്റെ പക്കൽ പണം ഇല്ല എന്ന് പറഞ്ഞിട്ടും ശ്രീമതി കേട്ടില്ല. അയാളെ വീണ്ടും അപമാനിക്കാനായി അയാളുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ശ്രീമതിക്ക് പുറകിൽ സാംസണും അവരുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഇവർ സംസാരിക്കുന്നതിനിടയിൽ ഈ വാക്ക് തർക്കം മൂർച്ഛിച്ചപ്പോൾ സാംസന് ശ്രീമതിയുടെ വാക്കൊട്ടും തന്നെ കേൾക്കാൻ കഴിയാതെയായി. ഉടൻ തന്നെ വീട്ടിലുണ്ടായിരുന്ന ചുറ്റികയെടുത്ത് ശ്രീമതിയുടെ തലയിൽ അടിച്ചു. പെട്ടെന്ന് തന്നെ ശ്രീമതിക്ക് ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് ഭാര്യയും ഭർത്താവും രണ്ടുപേരും ചേർന്ന് അവളുടെ ശരീരം കുളിമുറിയിലേക്ക് കൊണ്ടുപോയി. ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം മാറ്റി വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ശ്രീമതിയുടെ ശരീരം കഷ്ണങ്ങളാക്കി വെട്ടി. എന്നിട്ട് മുൻപ് പറഞ്ഞതുപോലെ ആ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ അത് കൊണ്ടുപോയി കളഞ്ഞു. പോലീസിന് ഒരിക്കലും തങ്ങളെ കണ്ടെത്താൻ കഴിയില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. പിന്നീട് ലഭിച്ച സ്വർണമെല്ലാം രാജു എന്ന മറ്റൊരു സുഹൃത്തിന്റെ പക്കൽ കൊടുക്കുകയും അതിന് പണവും വാങ്ങി. എന്നാൽ വെറും 2 സെക്കൻഡുള്ള CCTV ദൃശ്യത്തിലൂടെ തങ്ങളുടെ മുഴുവൻ പദ്ധതികളും വെളിച്ചത്തിലേക്ക് വരുമെന്ന് അവർ ഒട്ടും തന്നെ അറിഞ്ഞില്ല. അവസാനം സാംസണെയും അയാളുടെ ഭാര്യയെയും ഇവരെ സഹായിച്ച രാജുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതക കുറ്റത്തിനും തെളിവുകൾ നശിപ്പിച്ചതിനും സാംസണും ഭാര്യ വിക്ടോറിയയ്ക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. തെറ്റായ രീതിയിൽ ലഭിച്ച സ്വർണം വിറ്റതിന് രാജു എന്ന വ്യക്തിക്കും 6 മാസത്തെ ജയിൽ ശിക്ഷ ലഭിച്ചു. സത്യം പറഞ്ഞാൽ കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ പോകുമ്പോൾ അതിന്റെ പാപഭാരവും കുറ്റബോധവും മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കും. ഒരു പിഴവ് മറച്ചുവെക്കാൻ ചെയ്യുന്ന മറ്റൊരു പിഴവ് ഒരാളുടെ ജീവിതം മുഴുവനായും തകർക്കും. കടമെടുത്താൽ തിരിച്ചടയ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കാണിക്കണം. സാധാരണയായി പറയുന്ന ഒരു ചൊല്ലുണ്ട്, കുടിച്ച മദ്യത്തിന്റെയോ എടുത്ത കടത്തിന്റെയോ വില മറ്റൊരാളിനാണ് നൽകേണ്ടി വരുന്നതെങ്കിൽ അതിൽ നീതിയില്ല എന്ന്. അതിനാൽ തന്നെ ഒരു പിഴവ് മറയ്ക്കാൻ ചെയ്യുന്ന മറ്റൊരു തെറ്റ് ജീവിതത്തെ മുഴുവനായും നശിപ്പിക്കും. തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല എങ്കിൽ കടം എടുക്കരുത്. ഒരാളുടെ പ്രാണം നഷ്ടമാകാൻ ഒരു നിമിഷം മാത്രം മതി, പക്ഷെ അതിന്റെ ശിക്ഷ ഒരു ജീവിതകാലം മുഴുവനും നീളും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെ കടം എടുക്കുന്നത്, കടം വീട്ടാൻ കഴിയാതെ വരുന്നത്, ഇതിലൂടെയെല്ലാം സംഭവിക്കുന്ന ക്രൈംസ്, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അത് കമന്റിൽ രേഖപ്പെടുത്തുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് മാത്രം ചെയ്താൽ മതി. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ അതൊരുപാട് സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.